കേരള ബഡ്ജറ്റും ഇങ്ങെത്തി. സാമ്പത്തിക പരിമിതികൾക്കിടയിലും വികസനം ലക്ഷ്യമിട്ട് തന്നെയാണ് 2025-26 കേരള ബഡ്ജറ്റ് നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. ബഡ്ജറ്റിന്റെ ഒരു പ്രധാന ഭാഗം ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്കായി നീക്കിവെച്ചിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് 532 കോടി, ക്യാൻസർ ചികിത്സയ്ക്കായി 152 കോടി, ഹെൽത്തിന് 27.6 കോടി, ഹെൽത്ത് കെയർ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 50 കോടി രൂപ വേറെ, പെൻഷൻ കുടിശ്ശികയ്ക്കായി 600 കോടി നീക്കിവെച്ചിട്ടുണ്ട്. പക്ഷേ ക്ഷേമ പെൻഷനുകളിൽ വർധനവൊന്നും വരുത്തിയിട്ടില്ല. ഹോം ലോൺ ഇൻട്രസ്റ്റിൽ 2% കുറയും. കൂടാതെ കെ ഹോംസ് എന്നൊരു പുതിയ പദ്ധതിയിലൂടെ അഫോർഡബിൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യാനും പ്ലാനുണ്ട്. ഇനി IT പാർക്കുകളുടെ കാര്യമെടുത്താൽ കൊല്ലത്തും കൊട്ടാരക്കരയിലും പുതിയ IT പാർക്കുകൾ വരും. റോഡുകൾക്കും 150 പുതിയ പാലങ്ങൾക്കും 5000 കോടി. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ മെട്രോ വികസനത്തിലൂടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. അതിവേഗ റെയിൽ പദ്ധതിയും സർക്കാരിന് മനസ്സിലുണ്ട്. 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങളുടെ നികുതി 50% വരെ വർദ്ധിക്കും. ഇലക്ട്രിക് വാഹനങ്ങളുടെ ടാക്സും കൂടും. നവകേരള പദ്ധതി പൂർത്തിയാക്കാൻ 500 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പിനെയും AI ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെയും പിന്തുണയ്ക്കാൻ 100 കോടിയും ഇത്തവണത്തെ ബഡ്ജറ്റിലുണ്ട്. ഇത്തവണത്തെ ബഡ്ജറ്റ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നിയത്? കമന്റ് ചെയ്യും.